നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഇന്നൊരു സൂപ്പർ പോരാട്ടമാണ്. FC ബാഴ്സലോണയും PSG തമ്മിൽ ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പാദത്തിൽ പാർക്ക് ഡെസ് പ്രിൻസസിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ഒരു കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇവർ തമ്മിൽ UCL ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, നെയ്മർ ജൂനിയർ മാജിക് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ പഴയ കഥ. ഇനി ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് ഒരു ഭാഗത്ത് കോച്ച്, മറുഭാഗത്ത് ലൂയിസ് എൻട്രിക്കെ, നല്ല പരിചയമുള്ള രണ്ടുപേര്. അവരുടെ തന്ത്രങ്ങൾ പരസ്പരം കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുവരെയുള്ള കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോലെ രണ്ട് ടീമിന്റെയും ഫോം ഗൈഡ് നോക്കിയാൽ അവസാന 5 മത്സരങ്ങൾ ബാഴ്സ തോറ്റിട്ടില്ല. 4 വിജയവും 1 സമനിലയുമാണ്. PSG അവസാന 5 മത്സരങ്ങളിൽ 3 വിജയവും 2 സമനിലകളും. അവരും തോറ്റിട്ടില്ല. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ഇതുവരെ കളിച്ച 12 കളികളിൽ 4 എണ്ണം PSG വിജയിച്ചപ്പോൾ 4 എണ്ണം ബാഴ്സ വിജയിച്ചു. 4 സമനിലകൾ. ബാഴ്സലോണ 23 ഗോൾ PSG വലയിലേക്ക് അടിച്ചപ്പോൾ 21 ഗോളുകൾ PSG തിരികെ അടിച്ചിട്ടുണ്ട്. ഇത് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന കണക്കാണ്. അപ്പം രണ്ട് ടീമുകളും തമ്മിലുള്ള ഹെഡ് ടു ഹെഡില് ആർക്കും മുൻതൂക്കമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ചാവി ഹെർണാണ്ടസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. അത് വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. എക്സൈറ്റ്മെന്റ് എന്ന വാക്കാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഞങ്ങൾ വളരെയധികം സ്വപ്നം കാണുന്നു, വളരെ മോട്ടിവേറ്റഡ് ആണ്. ഞങ്ങളുടെ ടീം ഇപ്പോൾ ബെസ്റ്റ് ഫോമിലാണ്, ഈ സീസണിലെ ബെസ്റ്റ് ഫോമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ മികച്ച വിജയം നേടാൻ, ലൂയിസ് എൻട്രിക്കെ പോലുള്ള കോച്ചിന്റെ ടീമിനെതിരെ മികച്ച വിജയം നേടാൻ ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. എന്തായാലും അദ്ദേഹത്തോട് എനിക്ക് എല്ലാവിധ ബഹുമാനങ്ങളുമുണ്ട്. പിന്നെ ഈ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ എതിരാളികളുടെ ഹാഫിൽ ഞങ്ങൾ പന്ത് കൈവശം വെക്കുക എന്നതുപോലും ബുദ്ധിമുട്ടാവുന്ന ഒരു കളിയായിരിക്കും വരാൻ പോകുന്നത്. ഒരുപാട് വേരിയൻസ് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇത് ഫുട്ബോളാണ്. ഫുട്ബോളിന്റെ ഒരു ഗ്രേറ്റ്നെസ്സും അത് തന്നെയാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ലൂയിസ് എൻട്രിക്കയ്ക്ക് ഒരുപാട് വേരിയൻസ് ഉപയോഗപ്പെടുത്താനുമുണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ടീം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നല്ല രൂപത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുമുണ്ട്. സോ ഇറ്റ് വിൽ ബി ആൻ ഇന്റൻസ് മാച്ച് എന്നാണ് ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു വളരെ 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 മികച്ച ഒരു പോരാട്ടം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ലൂയിസ് എൻട്രിക്കയും ഇതുപോലെയൊക്കെ തന്നെയാണ്, മികച്ചൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: എന്തായാലും ഞങ്ങളുടെ ടീം ഇപ്പൊ നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു ഗുഡ് പീരീഡ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു തരത്തിലുള്ള പ്രഷറും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. കൂടുതൽ അംബിഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിനെ കുറിച്ച്. ടീമിന്റെ ഒരു എന്തൂസിയാസം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ബാഴ്സയെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ കോച്ച് ലൂയിസ് എൻട്രിക്കെ പറയുന്നു. ചുരുക്കത്തിൽ രണ്ട് ടീമും വിജയിക്കാൻ മാത്രമായിട്ട് പോരടിക്കുമ്പോൾ ഒരു തീ പറക്കുന്ന പോരാട്ടം എന്ന് പാരീസിൽ പിറക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.